പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിനക്ക് തുല്യനായ ആരുമില്ലെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് നിന്നെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുന്ന കർത്താവേ, ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ വർഷിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും മേൽ നിൻ്റെ കരുണയുടെ വലിയൊരു അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധമായ അൾത്താരയിൽ ജീവനോടെ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, എത്ര സ്തുതിച്ചാലും പരിധിയിലെത്തുകയില്ല എന്നുള്ള ബോധ്യത്തോടുകൂടി ആരാധിച്ച് സ്തുതിച്ച് തന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ, ആരാധന. യേശുവേ, ആരാധന. യേശുവേ, ആരാധന. ഹല്ലേലൂയ. യേശുവേ, നന്ദി. യേശുവേ, സ്തുതി. ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന. നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ശാന്തമായ എളിമയുള്ള ഹൃദയത്തോടെ ആയിരിക്കാം. നമുക്ക് നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, വളരെ ചെറിയ ഒരു സുവിശേഷ വചന ഭാഗം, പക്ഷേ ഇത് വളരെ വലിയ ഒരു അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു വചനഭാഗമാണ്. ഇവിടെ നമ്മളത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സുവിശേഷ വചന ഭാഗം. ഇവിടെ ഈശോ തൻ്റെ പ്രബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ളൊരു പ്രബോധനം നടത്തുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞു: നിന്നെ വഹിച്ച ഉദരം ഭാഗ്യമുള്ളവ. എന്ന് വെച്ചാൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ പ്രസവിച്ച പരിശുദ്ധ അമ്മ ഭാഗ്യപ്പെട്ടവൾ എന്ന് പറയുമ്പോൾ ഈശോ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വചനം കേട്ട് അത് അനുസരിക്കുന്നവർ കൂടുതൽ ഭാഗ്യപ്പെട്ടവർ. ഇവിടെ പരിശുദ്ധ അമ്മേനെ താഴ്ത്തി പറയുന്നു എന്ന് പറയുന്ന ചില സാഹചര്യത്തിൽ നമ്മൾ അതിന് പുറകിൽ അമ്മയെക്കുറിച്ച് പറയുന്നൊരു കാര്യം, എലിസബത്ത് തന്നെ അമ്മയെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്: ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യപ്പെട്ടവൾ. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് എലിസബത്ത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞത്. വചനം അതുപോലെ വിശ്വസിച്ച് വചനമനുസരിച്ച് ജീവിച്ച ഒരു ജീവിതമാണ് പരിശുദ്ധ അമ്മയുടേതെന്ന് സുവിശേഷത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, വചനമനുസരിക്കുക എന്നുള്ളത് നമുക്ക് നമ്മുടേതായ തീരുമാനം മാത്രമല്ല, ദൈവത്തിൻ്റെ കരുണയുടെ ഒരു വലിയ അനുഗ്രഹം നമുക്കുണ്ടാവണം. എങ്കിലേ വചനമനുസരിച്ച് കൃപയുടെ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഈ 3 മണി സമയത്ത് കരുണയുടെ ഈ തിരുമണിക്കൂറിൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതും അതാണ്: നമ്മുടെ ജീവിതങ്ങളിലേക്ക് കരുണ സമൃദ്ധമായി ഒഴുകുവാനും അതുപോലെ അനേകം മക്കളിലേക്ക് ദൈവകരുണ നമ്മളിലൂടെ ചൊരിയപ്പെടുവാനും വേണ്ടിയാണ് നമ്മൾ ഈ തിരുമണിക്കൂറിൽ വളരെ പ്രത്യേകമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങുന്നത്. അതുപോലെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 15-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്: കൽപ്പനകൾ പാലിക്കണമോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാം. നീയാണ് തീരുമാനിക്കേണ്ടത്. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പന പാലിക്കാൻ സാധിക്കും. ഇത് നമ്മുടെ ഒരു തീരുമാനമാണ്. നമ്മൾ വർഷങ്ങളായി ദൈവവചനം ശ്രമിക്കുന്ന ഒരു ജനതയാണ്. വളരെ പ്രത്യേകിച്ച് കേരള സഭയിൽ എന്തോരം സുവിശേഷ പ്രഘോഷകരും എന്തോരം ധ്യാന കേന്ദ്രങ്ങളും ദൈവം നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് നന്ദിയോടെ ഓർക്കാം. വചനം കേൾക്കുവാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു ജനമാണ് കേരള സഭ. നമ്മുടെ ആഗ്രഹവും അതുതന്നെയാണ്, വചനത്തിലൂടെ ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം
15-ാം അധ്യായം 3-ാം തിരുവചനം വചനം ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വചനം കേൾക്കുമ്പം നമുക്ക് രോഗസൗഖ്യമുണ്ടാവാം, പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാവാം, വിശുദ്ധി ഉണ്ടാവാം. ഇതൊക്കെയാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് വചനം പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്, ലാസർ മരിച്ച് അടക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാസറിൻ്റെ കല്ലറ സന്ദർശിക്കുവാൻ ഈശോ വന്നപ്പം മാർത്തയോട് ഈശോ പറയുന്നുണ്ട്, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവവചനത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണ് നിത്യജീവൻ. അപ്പം ആ നിത്യജീവനൊക്കെയാണ് നമ്മൾ ഈ വചന ശുശ്രൂഷകളിലൂടെ സ്വന്തമാക്കേണ്ടത്. ഭൗതികമായ മേഖലകൾ അനുഗ്രഹിക്കപ്പെടുന്നതോടൊപ്പം തന്നെ നമുക്ക് വലിയൊരു പ്രത്യാശ നമുക്ക് വചനത്തിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്, വചനം പങ്കുവെക്കുമ്പോൾ പത്രോസ് വചനം പങ്കുവെക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. നമുക്കറിയാം, ക്രൈസ്തവരായ നമ്മൾ വളരെ ഭാഗ്യപ്പെട്ടവരാണ്. മാമോദിസായിലൂടെയും സ്ഥൈര്യ ലേപനത്തിലൂടെയും ഒക്കെ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ വചനം ആര് കേട്ടാലും അവർക്ക് കിട്ടുന്ന ഒരു അഭിഷേകമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. നമുക്കറിയാം, പരിശുദ്ധ കുർബാനയിലൊക്കെ ആദ്യം വചനം മുറിക്കും, പിന്നെ അപ്പം മുറിക്കും. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ വചനത്തിൻ്റെ മുറിക്കലിനകത്ത് നമ്മൾ പങ്കെടുക്കണം. നമ്മൾ എത്രത്തോളം ആഗ്രഹത്തോടുകൂടിയാണ് വചനത്തിൻ്റെ മുറിക്കലിൽ പങ്കെടുക്കുന്നതെന്നൊക്കെ നമുക്ക് നമ്മളോട് തന്നെ ആത്മശോധന ചെയ്യാം. ഒപ്പം ആ ഒരു മേഖലയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അവിടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുമാറി നമുക്ക് വചനത്തിലേക്ക് വലിയൊരു തുറവി നമുക്കുണ്ടാവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ കരുണയുടെ മണിക്കൂറിൽ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, വചനത്തിന് വേണ്ടിയുള്ളൊരു ദാഹം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. അതുപോലെ അനേകം മക്കളിലേക്ക് ദൈവകരുണ പകർന്നു നൽകുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ക്രൈസ്തവരായ നമുക്കുള്ള വലിയൊരു ദൗത്യമാണ് ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. അപ്പം അതൊക്കെയാണ് നമ്മുടെ ദൗത്യം. അപ്പം അതുകൊണ്ട് നമുക്കറിയാം, വിധക്കാരൻ്റെ ഉപമയിലൊക്കെ നമുക്കറിയാം, വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ 4 മനോഭാവത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അവിടെ നമ്മൾ നല്ല നിലമാകാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. നമുക്കറിയാം, നമ്മൾ ഒരുപാട് വേദനകളിലൂടെയും വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കളാണ് നമ്മൾ. ഈ ശുശ്രൂഷയിൽ തന്നെ ഒരുപാട് നിയോഗങ്ങൾ ഇവിടെ ഈ അൾത്താരയിൽ സമർപ്പിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം നമ്മളെപ്പോഴും ആഗ്രഹിക്കണം, കർത്താവേ, നിൻ്റെ വചനത്തിനായിട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ മക്കൾക്കുമൊക്കെ വചനത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള ഒരു കൃപ ഈ കരുണയുടെ മണിക്കൂറിൽ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മാത്രമല്ല, നമ്മൾ വചനം കേട്ട് മറക്കുന്നവരാകരുതെന്ന് യാക്കോബ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മളൊരു ദിവസം എന്തോരം വചനം കേൾക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ അനുവർത്തിക്കുന്നുണ്ടോ? നമ്മളത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുണ്ടോ? പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കേട്ട കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് സകല തലമുറകളും അമ്മയെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിച്ചത്. ആ ഒരു കൃപ നമുക്കുണ്ടാവണം. യാക്കോബ് ശ്ലീഹ അതിനെക്കുറിച്ച് പറയുന്നത്, ഒരുവൻ കണ്ണാടിയിൽ മുഖം നോക്കുകയും അതും അവിടുന്ന് മാറിക്കഴിയുമ്പോൾ അവനത് മറക്കുകയും ചെയ്യുന്നത് പോലെയാണ് ചില വ്യക്തികൾ വചനം കേൾക്കുന്നത്. വചനം കേൾക്കുമ്പോൾ അവർ കേട്ടിരിക്കും, പക്ഷെ ഇറങ്ങിക്കഴിയുമ്പോൾ അവരത് മറന്നു പോകുന്ന അവസ്ഥ. അവിടെ തുടർന്ന് വചനം പറയുന്നത് ഇങ്ങനെയാണ്, വചനം കേട്ട് അത് അനുവർത്തിക്കുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പം ആ ഒരു കൃപ നമുക്ക് വേണം. അതുപോലെ അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഒരു ജനസമൂഹത്തെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവർ ബെറോയായിൽ പൗലോസ് വചനം പങ്കുവെക്കുമ്പോൾ അവർ ചെയ്തൊരു പ്രത്യേകതയാണ്, അവർ വിശുദ്ധ ഗ്രന്ഥം തുറക്കും. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് അവർ തിരുവചനത്തിൽ തുറന്ന് വായിക്കും. എന്നിട്ട് അവിടെ പറയുകയാണ്, ബെറോയായിലെ ജനങ്ങൾ തെസലോണിക്കക്കാരേക്കാൾ മാന്യതയുള്ളവരാണ്. കാരണം അത്ര തീഷ്ണതയോടുകൂടിയാണ് അവർ ദൈവവചനം സ്വീകരിച്ചത്. അപ്പം ഇതൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. അതാണ് സുവിശേഷം പറയുന്നത്, പരിശുദ്ധ അമ്മ ഭാഗ്യവതിയാണ്, എങ്കിലും ദൈവവചനം കേട്ട്
അത് അനുവർത്തിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാൻ. കാരണം എല്ലാവർക്കും പരിശുദ്ധ അമ്മയാവാൻ പറ്റില്ല. നമുക്കപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമ്മൾ വചനം ഏറ്റെടുത്ത് വചനം ജീവിക്കുന്നവരായിട്ട് നമുക്കും ഭാഗ്യമുള്ളവരായി മാറാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരവസരമാണ് ദൈവവചന ശുശ്രൂഷകൾ. അപ്പം അതൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായമൊക്കെ നമുക്കറിയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമുക്കറിയാം വചനം ദൈവമാണെന്ന് നമുക്കറിയാം. ആ ഒരു ബോധ്യത്തിലാണോ നമ്മളത് സ്വീകരിക്കുന്നതെന്ന് നമുക്ക് ആത്മശോധന ചെയ്യണം. കാരണം നമുക്കറിയാം ഈ ലോകത്തിൽ ഇന്ന് സമ്പത്തുണ്ടെങ്കിൽ അവൻ ഏറ്റവും ഭാഗ്യവാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാലത്തിൽ സുവിശേഷം പറയുന്നുണ്ട്. ഭോഷനായ ധനികനെക്കുറിച്ച് ലൂക്കയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവൻ ഒരുപാട് ഗോതമ്പ് ശേഖരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അറപ്പുര ഞാൻ പൊളിച്ച് വീണ്ടും പണിയും. അപ്പോൾ വചനം ചോദിക്കുകയാണ്, ഈ ഒരു രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ നീ സമ്പാദിച്ചു കൂട്ടിയത് ഒക്കെ ആരുടേതാകും? അവിടെ ലൂക്കയുടെ സുവിശേഷം 12-ാം അധ്യായം 15 വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നുണ്ട്, സമ്പത്ത് കൊണ്ടല്ല മനുഷ്യൻ്റെ ജീവിതം ധന്യമാകുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ വചനമനുസരിച്ച് ജീവിക്കുക. അതിന് നമുക്ക് ദൈവ കരുണയുടെ ആവശ്യകത വളരെ കൂടുതലാണ്. കാരണം യാക്കോബിൻ്റെ ലേഖനത്തിൽ വചനം ഇപ്രകാരം പറയുന്നുണ്ട്, 2-ാം അധ്യായം 10-ാം തിരുവചനം, ഒരുത്തൻ എല്ലാ കൽപ്പനകൾ പാലിച്ചാലും ഒന്നിൽ വീഴ്ച വരുത്തിയാൽ അവൻ എല്ലാ നിയമവും തെറ്റിച്ചിരിക്കുന്നു. 9 കൽപ്പനയും പാലിച്ചിട്ട് ഒരു കൽപ്പന തെറ്റിച്ചാൽ പോലും എല്ലാ കൽപ്പനയും തെറ്റിക്കപ്പെടുമെന്നാണ് വചനം പറയുന്നതെങ്കിൽ മനുഷ്യന് ഇത് എത്ര അസാധ്യമായ കാര്യമാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ കരുണ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്. നമുക്കറിയാം ഒരുപാട് പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിക്കപ്പെടുന്നുണ്ട്. അവരോട് നമുക്കൊരു വചനം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്. അവിടെ വചനം ഇപ്രകാരമാണ് പറയുന്നത്, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ അവനോടുകൂടെ സമസ്തവും നമുക്ക് ഏൽപ്പിച്ചു തന്നവൻ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് ഏൽപ്പിച്ചു തരാതിരിക്കുമോ? ദാനമായി നമുക്ക് ഏൽപ്പിച്ചു തരാതിരിക്കുമോ? സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാം തന്ന ദൈവം നമുക്ക് നമ്മുടെ ആവശ്യങ്ങളിൽ സാധിച്ചു തരാതിരിക്കുമോ എന്നാണ് വചനം ചോദിക്കുന്നത്, അതും ദാനമായിട്ട്. അപ്പോൾ വചനം വിശ്വസിച്ച ആ കൃപ നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും വേദനകളും ദൈവം കാണുന്നുണ്ടെന്നും ആ മേഖലകളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന വാഗ്ദാനം സ്വീകരിച്ച് ആ ഒരു വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും വേദനകളും വിഷമങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അപ്പോൾ നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരെ നമുക്ക് ഈ അൾത്താരയോട് ചേർത്ത് വയ്ക്കാം. വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം നമുക്കറിയാം 1-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വചനം പറയുന്നത് ഇപ്രകാരമാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ വെളിച്ചമായിരുന്നു, ആ വെളിച്ചത്തെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഏത് ഇരുണ്ട അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നതെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവാകുന്ന പ്രകാശത്തെ കീഴടക്കാൻ ആ അന്ധകാരത്തിന് സാധിക്കില്ല എന്ന് നിങ്ങൾ ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിച്ച് അനേകം മക്കളിലേക്ക് ദൈവകരുണ ആഗ്രഹിച്ച് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ